നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയം നഗരമധ്യത്തിൽ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു നായയുടെ ആക്രമണം. നായയെ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പിടികൂടി. നായയ്ക്ക് പേവിഷബാധയുള്ളതായി സംശയം. പിറവം പുഴയിലേക്ക് തോടിലൂടെ മാലിന്യമൊഴുക്കി. മാർക്കറ്റിന് പിൻവശത്തുകൂടി ഒഴുകി കുട്ടികളുടെ പാർക്കിന് സമീപത്ത് പുഴയിലേക്ക് ചേരുന്ന തോടിലൂടെയാണ് മാലിന്യം പുഴയിലെത്തിയത്. രാസമാലിന്യമാണെന്ന് സംശയം. ഈ ഭാഗത്ത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊങ്ങി. മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 88 കോടി മുടക്കി 2016 ആരംഭിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ച റോഡ് വികസനമാണ് ഇന്നും ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴയിൽ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. കോട്ടയം നഗരമധ്യത്തിൽ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നായയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. നായയെ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ എത്തി പിടികൂടി. നായയ്ക്ക് പേവിഷബാധയുള്ളതായി സംശയമുണ്ട്. പിറവം പുഴയിലേക്ക് തോടിലൂടെ മാലിന്യം ഒഴുക്കി. മാർക്കറ്റിന് പിൻവശത്തുകൂടി ഒഴുകി കുട്ടികളുടെ പാർക്കിന് സമീപത്ത് പുഴയിലേക്ക് ചേരുന്ന തോട്ടിലൂടെയാണ് മാലിന്യം പുഴയിലെത്തിയത്. രാസമാലിന്യമാണെന്നും സംശയമുണ്ട്. ഈ ഭാഗത്ത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊങ്ങി. മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. നിരവധി ശുദ്ധജല പദ്ധതികൾക്ക് വെള്ളമെടുക്കുന്ന മൂവാറ്റുപുഴയാറിലേക്ക് മാലിന്യം ഒഴുക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാലിന്യം ഒഴുക്കിയതായി ബന്ധപ്പെട്ട് ടൗണിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് നഗരസഭ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. ഞങ്ങളിവിടെ ചൂണ്ടിട്ടുണ്ടിരിക്കാറുണ്ട്. പിടിന്ന് കലക്കൽ പോലെ കൊണ്ട് കലക്കൽ മീനൊക്കെ തെറിച്ച് നടക്കുമായിരുന്നു. അത് പൊങ്ങി ചിലതൊക്കെ ചത്തെടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര മണവും ഇതെല്ലാം കൂടെ ഭയങ്കര ഇത്. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് ഇതുപോലെ കലക്കൽ വന്നിട്ടില്ല. പക്ഷെ മീനൊന്നും ചത്ത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ മീൻ ചത്ത് പൊങ്ങി കാണുന്നത്. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 88 കോടി രൂപ മുടക്കി 2016 ആരംഭിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ച റോഡ് വികസനമാണ് ഇന്നും ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴയിൽ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. തിരുവല്ല മുതൽ ചേലക്കൊമ്പ് വരെയുള്ള റോഡ് തകർന്ന് നാമാവശേഷമാണ്. കുണ്ടും കുഴിയും കാരണം വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. കുറ്റപ്പുഴ പാലം, പായിപ്പാട്, ചെങ്ങലൂർ, ഫിഷ് ഷോപ്പ് എന്നിവിടങ്ങളിലും പാമലയിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സമീപത്തുള്ള മറ്റു റോഡുകൾ ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും വലിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അധികൃതർ. സ്ഥലമെടുപ്പാണ് പദ്ധതിയുടെ കാലതാമസത്തിന് കാരണമായി അധികൃതർ പറയുന്നത്. വളരെ ഭയങ്കര മോശം അവസ്ഥയാണ്. ഭയങ്കര കുഴിയാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് കൂടി ഇതെല്ലാം കുറച്ച് കല്ലൊക്കെ ഇട്ട് മൊത്തം റെഡിയാക്കി നിർത്തിയിട്ടതാണ്. വെള്ളം കാരണം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ വരുമോ. വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ട സാധനം മുഴുവൻ തെറിച്ച് പോകും. വണ്ടി പോകുമ്പോഴത്തേനെ തെറിച്ച് മുഴുവൻ പോകും. കണ്ട് ഫുള്ള് കല്ലിട്ട് അവിടെ കല്ലും എല്ലാം ഇട്ട് റെഡിയാക്കി മൊത്തം അവിടെ വീണ്ടും പഴയ തന്നെ ആകുമോ. ഈ മുഴപ്പ് അവസ്ഥയാണ്. ആ മുഴപ്പ് മാറിക്കഴിഞ്ഞാലേ റെഡിയാകുള്ളൂ. ഓടയില്ല. അത് മെയിൻ വിഷയമാണ്. 6 മാസം മുൻപ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തിരുവല്ല വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 6 മാസത്തിനകം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ റോഡിന്റെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ എന്തെന്നോ എന്നത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നോ MLAയോ ഉദ്യോഗസ്ഥരോ വ്യക്തമാക്കുന്നില്ല. റോഡിന്റെ സ്ഥലമേറ്റെടുപ്പിനായി അതിരുകല്ലുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയായിരുന്നു. എന്നാൽ നടപടികൾക്കിടയിൽ
ഏതാനും സ്ഥലങ്ങളുടെ സർവേ നമ്പർ വിട്ടുപോയതിനാൽ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിവരും. നിർമ്മാണ കമ്പനിയായ റിക്കിൻ്റെ ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ തഹസീൽദാർ, സർവേയർമാർ എന്നിവർ ചേർന്നാണ് അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചത്. ഇവയിൽ ചിലത് ഉടമകൾ മാറ്റിയിരുന്നു. ഇതേ സ്ഥലം വീണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. റോഡ് ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കാൻ തുക അനുവദിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകാത്തത് നിർമ്മാണ പ്രവർത്തനങ്ങളെ വൈകിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച അപകടം. ഇന്ന് രാവിലെയാണ് മൂവാറ്റുപുഴ വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിലെ ബസ്സിന് പിറകിൽ ടോറസ് ലോറി ഇടിച്ച അപകടമുണ്ടായത്. മൂവാറ്റുപുഴ മണിയംകുളം കവലയിലാണ് അപകടം നടന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന വാഹനത്തിന് പിന്നിലേക്ക് വേഗതയിലെത്തിയ ടോറസ് ലോറി ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊരു സ്കൂൾ വാഹനത്തിലും ഇടിച്ചു. 2 ആശുപത്രികളിലായി 20ഓളം വിദ്യാർത്ഥികൾ ചികിത്സ തേടി. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഓടിക്കൂടിയ നാട്ടുകാരാണ് വിദ്യാർത്ഥികളെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ടോറസ് ലോറികളുടെ അമിതവേഗത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത്. അതുപോലെ തന്നെ ഈ ടിപ്പർ ലോറികൾ, ടോറസുകൾ അടക്കമുള്ള വാഹനങ്ങൾ സമയത്തിന് ഓടിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഈ ലോറികൾ മുഴുവൻ ലോഡും കയറ്റി വന്ന് 9 മണിയാകുമ്പോൾ ചാലിക്കുടി ബൈപ്പാസ് റോഡിൽ വന്ന് തമ്പടിക്കുകയാണ്. 10-40 ലോറികൾ വന്ന് റോഡിന്റെ ഇരു സൈഡുകളിലും ഇട്ട് പാർക്ക് ചെയ്യുന്നതും ഈ വാഹനങ്ങൾക്ക് മറ്റുള്ള വാഹനങ്ങൾക്ക് പോകുന്നതിന് ഭയങ്കരമായ തടസ്സമുണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ 250 ഫൈൻ മേടിച്ച ആ വണ്ടികളെ മുഴുവൻ അവിടെ ഹാൾട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതും ഇല്ലാതെ ആക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഈ വാഹനങ്ങൾ മുഴുവൻ അതാത് പാറമട തന്നെ കൃഷിയിൽ തന്നെ ഇടാനുള്ള. ഇന്ന് രാവിലെ 8:30 കിഴക്കേക്കര മണിയംകുളം കവലയിൽ വെച്ച് വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ വാഹനത്തിലേക്ക് ഒരു ടോറസ് ലോറി പാഞ്ഞു കയറുന്നു. നിരവധിയായിട്ടുള്ള കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ റൂട്ട് അപകട കെണിയായി മാറിയിരിക്കുകയാണ്. കോട്ടപ്പുറം കവലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഒരു പാറമടയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ടോറസ് ലോറികളാണ് രാവിലെ 7 മണി മുതൽ തന്നെ ഈ റൂട്ടിലൂടെ മരണപ്പാച്ചിലുമായി രംഗത്തുള്ളത്. തീർച്ചയായും വലിയ അപകടക്കണിയാണ് ഈ റോഡിൽ ഉള്ളത്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ, രക്ഷിതാക്കളുടെയും സ്കൂളുകാരുടെയും എല്ലാം നിരന്തരമായിട്ടുള്ളൊരാവശ്യമാണ് ഈ റൂട്ടിൽ ടോറസ് ഗതാഗതം നിയന്ത്രിക്കണം. ഇരവിമംഗലത്ത് കിണറ്റിൽ വീണ 2.5 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞിൻ്റെയും പിതാവിൻ്റെയും ജീവൻ രക്ഷിച്ച് മാഞ്ഞൂരിലെ CPIM നേതാവ് തോമസ് കുട്ടി രാജു മാതൃകയായി. ഇരവിമംഗലം പബ്ലിക് ലൈബ്രറിക്ക് സമീപമാണ് സംഭവം. സിറിൽ കുര്യൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് താമസിക്കാനായി വീട് നോക്കാൻ എത്തിയപ്പോഴാണ് കുട്ടി കിണറ്റിൽ വീണത്. വീട് നോക്കിക്കാണുന്നതിനിടയിലാണ് 2.5 വയസ്സുകാരി മകൾ ലെനറ്റ് കിണറ്റിൽ കാൽവഴുതി വീഴുന്നത്. കുട്ടിയെ രക്ഷിക്കാൻ പിതാവ് സിറിലും കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. കുഞ്ഞിനെ രക്ഷിക്കാൻ എടുത്തു ചാടിയ പിതാവ് വെള്ളത്തിൽ പിടുത്തം വിട്ട് മുങ്ങിത്താഴുന്നത് കണ്ടാണ് തോമസ് കുട്ടി രാജു ധീരമായി കിണറ്റിലേക്ക് എടുത്തു ചാടിയത്. കിണറ്റിലേക്ക് എടുത്തു ചാടി കുഞ്ഞിനെ കൈകളിൽ എടുത്തു പിടിക്കുകയും ആ കുഞ്ഞിൻ്റെ പിതാവായ യുവാവിനെ കിണറ്റിലുണ്ടായിരുന്ന പൈപ്പിലും കയറിലും പിടിപ്പിച്ച് തോമസ് കുട്ടി നിർത്തി. കിണറിൻ്റെ അരഞ്ഞാണത്തിന് വഴുക്കൽ ഉണ്ടായിരുന്നതുകൊണ്ട് തിരിച്ചു കയറാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ 3/4 മണിക്കൂറോളം കയറിൽ തൂങ്ങിക്കിടന്ന് മറുകയിൽ 2.5 വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ സംരക്ഷിച്ചു പിടിച്ചു തോമസ് കുട്ടി രാജു. ഉടനെ കടുത്തുരുത്തി ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ 20 അടിയിലധികം വെള്ളമുള്ള കിണറ്റിൽ നിന്നും ഇരുവരെയും രക്ഷിച്ചു. പരിക്കേറ്റവരെ മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. തോമസ് കുട്ടി CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗം NS രാജുവിൻ്റെ മകനാണ്. തോമസ് കുട്ടി രാജുവിൻ്റെ അവസരോചിതമായ ഇടപെടലും ധീരതയുമാണ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെയും പിതാവിൻ്റെയും ജീവൻ രക്ഷിച്ചത്.
ന്യൂസ് ബ്യൂറോ, വൈക്കം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരിയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷം ചങ്ങനാശ്ശേരി സെൻറ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നടന്നു. മാർ ജോർജ് കോച്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വചന സന്ദേശം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആമുഖ പ്രസംഗം നടത്തി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, ബിഷപ്പുമാരായ മാർ ജോർജ് രാജേന്ദ്രൻ, മാർ തോമസ് പടിയത്ത്, മാർ ജോസ് പുളിക്കൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻ്റണി എത്തക്കാട്ട്, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, അസംഷൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ, SH കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ സിസ്റ്റർ കാതറിൻ, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ PV ജെറോം എന്നിവർ പ്രസംഗിച്ചു. ഡോക്യുമെൻ്ററി പ്രദർശനം, മംഗളപത്ര സമർപ്പണം, പുസ്തക പ്രകാശനം, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ഈ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ യോജിക്കുവാൻ സാധിക്കുക. ഇപ്രകാരം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് പിന്നിലുള്ളത് സഭയോടും സഭാപിതാക്കന്മാരോടും കൂട്ടായ്മയോടുമുള്ള പ്രതിബദ്ധതകളാണ്. അതുകൊണ്ട് ഈ അതിരൂപതയിൽ അപ്രകാരം അനുശേഷിച്ച് പ്രവർത്തിച്ച രണ്ടുപേർ ഉന്നത പദവികളിലേക്ക് സ്വീകരിക്കപ്പെട്ടുവെന്ന വരികിൽ തീർച്ചയായിട്ടും അതിരൂപതയ്ക്ക് അഭിമാനിക്കാം. അതിരൂപതി അവരെ സ്നേഹത്തോട് കാട്ടുകയും പിതാവിന് അതീവമായ ബുദ്ധിശക്തിയുണ്ടെന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഇവർ അവിവേകപരമായിട്ടുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ പിതാവിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വാക്കും സൗഹൃദ സമ്മേളനങ്ങളിൽ പോലും അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ പിതാവ് മിതത്വം പാലിച്ചു സംയമനത്തോടുകൂടിയാണ്. ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാരായാലും ഈ സഭയിലെ പിതാക്കന്മാരായാലും റോമിലെ അധികാരികളായാലും എല്ലാവരോടുമുള്ള ആ വിധേയത്വവും ആ കൂട്ടായ്മയും പുലർത്തുന്നത് എനിക്ക് പോലും മാതൃകയായിരുന്നു കൊച്ചെത്തിയതാണെന്ന് പറഞ്ഞാൽ അത് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആള് അതുകൊണ്ട് തന്നെ നമുക്ക് ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള വളരെയേറെ ദാനങ്ങൾ രേഖപ്പെടുത്തുന്നത്. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച രണ്ടാമത് ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് നിർവഹിച്ചു. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, സ്ഥിരം സമിതി അധ്യക്ഷരായ S ഷാജി, ഷേർലി അന്ത്യാങ്കളം, പഞ്ചായത്ത് അംഗങ്ങളായ സിനി ജോയ്, ആശാ റോയ്, സെൽവി വിൽസൺ, ദീപ ശ്രീജേഷ്, നിർമ്മല ചന്ദ്രൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ PS ഷെഹന, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ടോമി കപ്പിലുമാക്കൽ, ജോബിച്ചൻ ആനിത്തോട്ടം, ജെയിംസ് പൂവത്തോലി, സച്ചിൻ കളരിക്കൽ, NSS കരയോഗം പ്രസിഡന്റ് EN സുശീലൻ പണിക്കർ എന്നിവർ സംസാരിച്ചു. രണ്ടാം വാർഡംഗം മാത്യൂസ് പെരുമനങ്ങാട്ട് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി മാർട്ടിൻ ജോർജ് നന്ദിയും പറഞ്ഞു. യോഗത്തിൽ വേഗത്തിൽ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയ കോൺട്രാക്ടർ ജോഷി സ്വർണ്ണപ്പള്ളിയെ ബ്ലോക്ക് പ്രസിഡന്റ് ആദരിച്ചു. ടേക്ക് എ ബ്രേക്ക്, അതായത് വഴിയോര വിശ്രമ കേന്ദ്രം ഇവിടെ പണിത് പൂർത്തീകരിച്ചിട്ട് നാളുകളായി. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നീട്ടി പോവുകയായിരുന്നു. അതിന് പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു പദ്ധതി രൂപവൽക്കരിക്കുമ്പോൾ അതിന് വരുന്ന തടസ്സങ്ങൾ, വളരെയധികം തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങളൊക്കെ മാറ്റുവാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണമായ പിന്തുണയും അതുപോലെ തന്നെ ആ ഊർജ്ജസ്വലതയൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ പദ്ധതി ഇവിടെ സാക്ഷാത്കരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാനായിട്ട് സാധിച്ചത്. ഇവിടെ സൂചിപ്പിക്കേണ്ട 2-3 കുഴൽക്കിണറിന് നോക്കി, ആ കുഴൽക്കിണറിൽ വെള്ളമില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ഒരാൾ ഇവിടെ റെഡിയായി വന്നു, ശിവപ്രസാദ് എന്ന വ്യക്തി ഇവിടെ മുന്നിട്ട് ഇറങ്ങി വന്നുകൊണ്ട് ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഈ പദ്ധതി ഭംഗിയായിട്ട് പൂർത്തീകരിച്ച പഞ്ചായത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഒരു ഹൈവേയുടെ BP റോഡിൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ എലിക്കുളം പഞ്ചായത്തിൻ്റെ ഈ വിശ്രമ കേന്ദ്രം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിക്കേണ്ടായി 2 ടേക്ക് എ ബ്രേക്ക് ഇവിടെ എലിക്കുളം പഞ്ചായത്ത് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്.
ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മാവടിക്ക് സമീപം 5-ാം മൈലിൽ കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. സമീപത്തുള്ള ഓടയിലാണ് ജഡം കിടന്നത്. ഈ ഓടയിൽ നിന്നുള്ള വെള്ളം മീനച്ചിലാറ്റിലേക്ക് ചേരുന്നത്. ഇവിടെ പുല്ല് വെട്ടുന്നവരാണ് കാട്ടുപന്നിയെ കണ്ടത്. അഴുകി തുടങ്ങിയിട്ടുണ്ട്. വാർഡ് മെമ്പർ രതീഷ് PS ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ അധ്യാപക അനധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാത്ത സർക്കാർ നിലപാട് നീതി നിഷേധവും പ്രതിഷേധാർഹവുമാണെന്ന് പാലാ രൂപത കോർപ്പറേറ്റ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ്. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെയും അതുവഴി പൊതുവിദ്യാഭ്യാസത്തെയും തകർക്കുന്ന ഉത്തരവുകൾ പുനഃപരിശോധിക്കുക, കോടതി വിധി അംഗീകരിച്ച് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് രൂപതയിലെ എല്ലാ സ്കൂളുകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. പാലാ രൂപതാതല പ്രതിഷേധം പാലാ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ജോലി ചെയ്തിട്ടും നിയമനം അംഗീകരിക്കപ്പെടാത്ത ആയിരക്കണക്കിന് അധ്യാപകർ മാനസികമായി തകർന്നിരിക്കുകയാണ്. അധ്യാപക നിയമനങ്ങൾ അംഗീകരിച്ച് എത്രയും വേഗം പ്രശ്നപരിഹാരമുണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ടീച്ചേഴ്സ് ഗിൽഡ് രൂപത ഡയറക്ടർ ഫാദർ ജോർജ് വരകുകാലപ്പറമ്പിൽ, രൂപത പ്രസിഡന്റ് ജോബി കുളത്തറ, സെക്രട്ടറി ഷിനു ആനത്താരക്കൽ, റെജി കെ മാത്യു, ഫാദർ റെജിമോൻസ് കറിയ, സിസ്റ്റർ ജാൻസി പീറ്റർ, സിസ്റ്റർ ലിസ്യു, സിസ്റ്റർ ലിൻസി എന്നിവർ പ്രസംഗിച്ചു. പാലാ രൂപതയിലെ എല്ലാ സ്കൂളുകളിലും പ്രതിഷേധ ദിനം ആചരിച്ചു. 23-ാം തീയതി ശനിയാഴ്ച കോട്ടയം കളക്ട്രേറ്റിലേക്ക് പാലാ, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, ചങ്ങനാശ്ശേരി, വിജയപുരം രൂപതകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ അധ്യാപക മാർച്ചും ധർണയും നടത്താനും തീരുമാനിച്ചു. ഭാവാത്മകമായ അല്ലെങ്കിൽ ഭിന്നശേഷി പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ നിന്ന് വിഭിന്നമായി കത്തോലിക്ക മാനേജ്മെൻറ്റുകൾക്ക് ഭിന്നശേഷി പ്രശ്നം പരിഹരിക്കാനാവാത്ത വിധത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി. ഈ ഉത്തരവനുസരിച്ച് നമ്മുടെ ഇടയിലെ 2021 മുതലുള്ള, ഒരു വിധത്തിൽ പറഞ്ഞ 2018 മുതലുള്ള അപ്പോയിൻമെന്റ്സ്, നിയമനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. 2018 മുതൽ 2021 നവംബർ വരെ നടത്തിയ നിയമനങ്ങൾ ഇന്നും താൽക്കാലികമായി തുടരുന്നു. 2021 നവംബർ മുതൽ ഇതുവരെയും നമ്മൾ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുകയാണ്. ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം നൽകാൻ നമ്മളുടെ സർക്കാരിന് കഴിയുന്നില്ല എന്ന സങ്കടകരമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം നടത്തുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങളിലൂടെ, പ്രകടനങ്ങളിലൂടെ നമ്മൾ ഉയർത്തി കാട്ടുന്നത്. ഈരാറ്റുപേട്ട അയ്യപ്പന് വിട ചൊല്ലി നാട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കും. ആനപ്രേമികളുടെ ഇഷ്ടതാരമായിരുന്ന ഈരാറ്റുപേട്ട അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ എത്തിയത് ആയിരങ്ങൾ. രോഗങ്ങളെ തുടർന്ന് നാളുകളായി ചികിത്സയിലായിരുന്നു. ഈരാറ്റുപേട്ട അയ്യപ്പൻ ഇന്നലെയാണ് ചെരിഞ്ഞത്. ഈരാറ്റുപേട്ട പരവൻ പറമ്പിൽ കുടുംബത്തിൻ്റെ സ്വന്തമായ അയ്യപ്പൻ കോടനാട് ആനക്കളറിൽ നിന്നും അവസാനമായി ലേലം വിളിക്കപ്പെട്ട ആനകളിൽ ഒന്നായിരുന്നു.
ഫാഷനിലും പുതുമയിലും ഏറ്റവും ട്രെൻഡിയും മനോഹരവുമായ വസ്ത്രങ്ങളുടെ അതിവിപുല ശേഖരമൊരുക്കി മിഷ ഫാഷൻസ് കൂത്താട്ടുകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 2 വർഷമായി കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനമാണ് ബസ് സ്റ്റാൻഡിന് എതിർവശം കല്ലിടിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ജിജി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംസ്ഥാന ഖാദി ബോർഡ് അംഗം കെ ചന്ദ്രശേഖരൻ, കൗൺസിലർമാരായ PG സുനിൽകുമാർ, സണ്ണി കുര്യാക്കോസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MA ഷാജി, MM അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മോളിയും ചേർന്ന് നടത്തുന്ന ഒരു വസ്ത്ര വ്യാപാരമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. വർഷങ്ങളായി ആപ്പാഞ്ചിറ ഫാമിലിയുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണുള്ളത്. ആ കുടുംബ ബന്ധം വെച്ച് ഒരു ചെറിയ വ്യാപാര സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു. അത് വിപുലീകരിക്കാൻ വേണ്ടി ഖാദി ഇവരെ സഹായിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ അവർക്ക് മറ്റു ചില ലോണുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു കുഞ്ഞും കൂടെ ഇവിടെ ജനിക്കുകയാണ്. മിക്സ ഫാഷൻസിൻ്റെ ഈ ഷോറൂം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. ചിങ്ങമാസത്തിൻ്റെ എല്ലാ നന്മകളും ഞാൻ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പുതുവർഷത്തിൽ ഇത്തരത്തിലുള്ള കൂടുതൽ സംരംഭങ്ങൾ കടന്നു വരാൻ കഴിയട്ടെ. അതെല്ലാം വിജയിക്കട്ടെ. കൂത്താട്ടുകുളത്തിൻ്റെ ചെറുതും വലുതുമായ മാറ്റങ്ങൾക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഏറെ പ്രശംസനീയമാണ്. തീർച്ചയായിട്ടും ഇതിനെല്ലാ വിജയങ്ങളും ഭാവങ്ങളും ഞാൻ ആശംസിക്കുക. മിഷ ഫാഷൻസ് എന്ന ഒരു വസ്ത്ര വ്യാപാരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കൂത്താട്ടുകുളത്തിൻ്റെ വളർച്ച ഇന്ന് എല്ലാവർക്കും നോക്കിക്കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഓണം വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയൊരു ഫാഷൻ വസ്ത്ര വ്യാപാരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് വളരെയേറെ സന്തോഷമുണ്ട്. UDF KSRTC ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ സംസ്ഥാന സമരപ്രഖ്യാപന കൺവെൻഷൻ കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. M. വിൻസെൻ്റ് MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLAമാരായ VS ശിവകുമാർ, KC ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, TDF വൈസ് പ്രസിഡന്റ് T. സോണി, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ, സംസ്ഥാന ഭാരവാഹി PS CG തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടനയെ തകർത്ത് പകരം മനുസ്മൃതിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് RSSന്റെ ലക്ഷ്യമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. CPIM വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മനാടായ വൈക്കത്ത് സംഘടിപ്പിച്ച P. കൃഷ്ണപിള്ള, K. വിജയൻ അനുസ്മരണ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സോഷ്യലിസം, സെക്കുലറിസം എന്ന ആശയത്തെ തന്നെ എടുത്തു കളയുകയാണ്, ഇന്ത്യയുടെ സാഹോദര്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് RSSന്റെ ലക്ഷ്യമെന്നും CS സുജാത പറഞ്ഞു. രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് BJPയുടെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുകയാണെന്നും അവർ പറഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ P. കൃഷ്ണപിള്ളയുടെ ജീവിതം പുതുതലമുറ പാഠമാക്കേണ്ട ഒന്നാണ്. സംസ്ഥാനത്തിന് തന്നെ പല ഭാഗങ്ങളിൽ വിവിധ മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യ സമരത്തിനും വിമോചന പോരാട്ടങ്ങൾക്കും അണിനിരത്തുന്നതിനും P. കൃഷ്ണപിള്ള വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും CS സുജാത കൂട്ടിച്ചേർത്തു. ആ 16 വയസ്സുകാരൻ പതുക്കെ നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തയ്യാറായി. കൃഷ്ണപിള്ള കടന്നുചെല്ലാത്ത വഴികൾ കേരളത്തിൽ വളരെ കുറവാണ്. പ്രത്യേകിച്ച് മലബാറിലേക്ക് പോയ കൃഷ്ണപിള്ളയെ സംബന്ധിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്.
കോഴിക്കോട്ടെ തുണിമിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ഓട് വ്യവസായം വളരെ സജീവമായിരുന്നു ആ കാലത്ത്. ഓട്ട് ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചു. കൈത്തറി നെയ്ത്ത് തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ അദ്ദേഹം കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും പയ്യന്നൂരിലെ കല്യാശ്ശേരിയിലും ഒക്കെ പോയി നെയ്ത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ചിരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയർ തൊഴിലാളികള്, കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ കേഡർമാരെയും എങ്ങനെയാണ് അദ്ദേഹം നിയോഗിച്ചതെന്ന് VSന്റെ ആ ഒരു ജീവിത ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ള നമുക്കറിയാവുന്നതാണ് ഇവിടെ ശേഷാവത് സൂചിപ്പിക്കേണ്ടായി. അങ്ങനെ വിവിധ തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ ആ കാലഘട്ടത്തെ സംബന്ധിച്ച്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സംബന്ധിച്ച് ഒക്കെ വളരെ ശക്തമായി അവരെ ഈ രാജ്യത്ത് നിന്ന് പോകേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുവാനും അവകാശബോധമുള്ളവരായി തൊഴിലാളിയെ മാറ്റി തീർക്കാനും കഠിനമായി അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് അബ്ദുൾ റഹ്മാൻ സാഹിബിനോടൊക്കെ ഒപ്പം ചേർന്നുകൊണ്ട് ഉപ്പുകുറുക്കൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ആ സത്യാഗ്രഹത്തിന് ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് പോയപ്പോൾ ക്രൂരമായി ആക്രമിച്ചെങ്കിലും ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോരാടിയ സഖാവ് കൃഷ്ണപിള്ളയെ കുറിച്ച് ഏറെ അഭിമാനത്തോടെ അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇതിനിടയിലാണ് സഖാവ് കൃഷ്ണപിള്ള തന്റെ 27ാമത്തെ വയസ്സിൽ ബനാറസിൽ പോവുകയും ഹിന്ദി പഠിക്കുകയും ചെയ്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് ഹിന്ദി പ്രചാരകനായി അദ്ദേഹം ഈ രാജ്യത്തെല്ലാം സഞ്ചരിച്ചത്. ഇതിനിടയിലാണ് സഖാവ് കൃഷ്ണപിള്ള ശുചീന്ദ്രൻ ജയിലിലും അടയ്ക്കപ്പെടുന്നത്. 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്താണ് ആറപ്പുറത്ത് ചേർന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ആ സെല്ലിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയായി അദ്ദേഹം മാറുകയും ചെയ്തു. നാനാജാതി മതസ്ഥർക്കും സഹായം നൽകുന്ന ഒരു ഉറവയായി തീരുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക ചാരിറ്റി വിഭാഗമായ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രജത ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 23 നടക്കും. ആർദ്രയുടെ രക്ഷാധികാരിയായ പരിശുദ്ധ കാതോലിക്ക ബാവ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി KB ഗണേഷ് കുമാർ ചികിത്സാ ഉപകരണങ്ങളുടെ വിതരണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച 23-ാം തീയതി ശനിയാഴ്ച ഈ സൊസൈറ്റി ആരംഭിച്ച പരിശുദ്ധ കാതോലിക്ക ബാവ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കബറടങ്ങിയിരിക്കുന്ന ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് ആശ്രമത്തിൽ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ശ്രീ ഗണേഷ് കുമാർ മന്ത്രി നിർവഹിക്കുന്നതാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതാണ്. സഭയുടെ സ്ഥാനികളും കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത ദിവന്യാസ്യോസ് തിരുമേനിയും ഒക്കെ സംബന്ധിക്കുന്ന ആ ചടങ്ങ് വേണ്ടതായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടെയാണ് സഭയിലെ ആളുകൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ 25 വർഷമായി ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ അനേക ജാതി മത ഭേദമന്യേ അനേക ആളുകൾക്ക് സഹായം എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 19-ലധികം വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ നന്നാക്കി കൊടുക്കുകയും പണിതു കൊടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് ഈ വർഷം 25 വർഷം പൂർത്തിയാക്കുമ്പോൾ പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.